നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം മീറ്റ് ചാനലുകൾ നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. ഇന്നും റിക്കവറി ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇൻഡെക്സിനെ മാനേജ് ചെയ്യുന്നു. റിലയൻസും HDFC ബാങ്കും കിടപ്പിലായിരിക്കുമ്പോൾ എങ്ങനെ മാർക്കറ്റ് മാത്രം 26,100 ഇരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് സ്വർണത്തിൻ്റെ വില 50 രൂപ ഇറങ്ങിയിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 55 രൂപ ഇറങ്ങിയിരിക്കുന്നു. അതിലും ഒരു 5 രൂപ ഇറങ്ങിയിരിക്കുന്നു. RBI വന്നിട്ട് ഡോളറിനെ വിറ്റുകൊണ്ടേ ഇരിക്കുന്നു. RBI വിൽക്കണതോളം അത് എത്രയും തന്നെ കയറിയിട്ടുണ്ട്. 89, 80 അടുത്തിരിക്കുന്നു. മാർക്കറ്റ് വീക്കായിരിക്കുമ്പോൾ ഡോളർ മുകളിൽ ഇരിക്കുന്നു എന്നാൽ RBI വിൽക്കുന്നു എന്നാണ് അർത്ഥം. തങ്കമേൽ റോക്കറ്റിൽ കയറി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ 10% അപ്പ്, ഇന്ന് 4% അപ്പാണ്. സംസാരിച്ചും ഇരിക്കുമ്പോൾ 5% ആയി. ഇപ്പൊ 3000 കഴിഞ്ഞ് എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രംപ് എന്ത് പറയുന്നു വെച്ചാൽ ഇന്ത്യക്ക് പുതു ബോൾ ഇടുന്നു. ലിൻസി ഗ്രഹാൻ എന്ന ആള് ഈ ബില്ലിനെ പാസ് ചെയ്യാൻ വെപ്രളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 500% ടാരിഫ് ഇടാമെന്ന് പറയുന്നു. സെനറ്റിൽ അടുത്ത ആഴ്ച വോട്ട് വരുന്നു. ട്രംപ് ഇത്രയും ദിവസം നിർത്തി വെച്ചായിരുന്നു. ഇപ്പോൾ ട്രംപ് ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച അത് വരുമാനം അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യ മെക്സിക്കോയുടെ മുകളിൽ 500% ടാക്സ് വരും. അതിൽ ചൈനയും ഉണ്ട്. 500% ടാരിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് നോക്കിക്കോ. ഇന്ത്യ മാർക്കറ്റ് എന്താവും എന്ന് നിങ്ങൾ നോക്കിക്കോ. നമുക്കിൽ എന്ത് നടക്കുന്നു എന്നേ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അത് കാരണമാണ് സ്വർണത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നു. ഓവറോൾ നോക്കുക. ആൽഫബറ്റ് ഗൂഗിളിൻ്റെ പേരൻറ്റ് ആപ്പിളിൽ അങ്ങനെ ലെഫ്റ്റിൽ അടിച്ച് മുകളിൽ കയറിയിരിക്കുന്നു. ബഫറ്റിന്റെ ലാസ്റ്റ് മൂവ് ആപ്പിളിന് വിറ്റുകൊണ്ട് ഗൂഗിളെ വാങ്ങിയതാണ്. കറക്റ്റായിട്ട് അയാൾ ടൈമിംഗ് വച്ചിരിക്കുന്നു. പക്ഷേ തലവരെ മുമ്പേ പോയി നമ്മൾ ആൽഫബറ്റ് വാങ്ങിയ കാരണം ട്രേഡറിൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഖുഷിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഈ കോൾ നമുക്ക് കറക്റ്റായി. ഇറങ്ങിയപ്പോൾ വാങ്ങി, പക്ഷേ ഇപ്പോൾ പാട്ടാപ്പാടി മുകളിൽ പോയിരിക്കുന്നു. സോ നമുക്കിതിനെക്കുറിച്ച് വിഷമമേ ഇല്ല. ഗോൾഡ് കയറുന്നു, ആൽഫബറ്റ് കയറുന്നു. ഓവറാള എല്ലാം നമുക്ക് നല്ല പൊസിഷനിൽ ഇരിക്കുന്നു. ഇന്നേറെ ഞാൻ പറഞ്ഞ ലിസ്റ്റൊക്കെ ഇന്ന് കൺസിഡറേഷൻ ലിസ്റ്റിലാണ് ഇരിക്കുന്നു. ITC ഇരിക്കുന്നു, HDFC ബാങ്ക് ഇരിക്കുന്നു, സിറ്റ്ല ഇരിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൂടെ കയറി 40 കാസായിട്ടുണ്ട്. 8 മടങ്ങാണ് ഈ ബാഗറായിരിക്കുന്നു. സോ ടൈലറിന്റെ ആൾക്കാരനെ പിടിക്കാനേ പറ്റുന്നില്ല. US ജോബ് ഓപ്പണിങ്സ് അങ്ങനെയെന്ന് വെച്ചാൽ പുതിയ ഒരു ജോലി ഇരിക്കുന്നു എന്ന് അമേരിക്കയിൽ പറയുന്നു. 14 മന്ത് ലോ ആയിരിക്കുന്നു. അമേരിക്കയിൽ ജോലിയുടെ ആൾക്കാർക്ക് ജോലിക്ക് ആവശ്യമില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇന്നൊരിപ്പോൾ റേറ്റ് കട്ട് ചെയ്യുമോ എന്നാണ് ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നു. റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിലും മെയ് മാസം ഇന്നൊരാൾ വന്ന് റേറ്റ് കട്ട് ചെയ്യും. ഗ്ലോബൽ ഓർഗനൈസേഷൻസ് എല്ലാ നാടുകളും ചേർന്ന് ഒരു ഓർഗനൈസേഷൻ വച്ചതുപോലെ 66 ഓർഗനൈസേഷനിലിരുന്ന് ഞങ്ങൾ ആട്ടത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് അമേരിക്ക വെളിയിൽ പോയിരിക്കുന്നു. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇപ്പം തന്നെ ഞാൻ പറയാൻ പോകുന്നു. ഡോളറും ഗോൾഡും ഈക്വൽ ആയിരിക്കുന്നു. ലോകത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ട്രഷറിയൊക്കെ ഇരിക്കുന്നല്ലേ, റിസോഴ്സിൽ ഡോളർ ഒരുപാട് വച്ചിരിക്കും, ഗോൾഡിനെ കുറച്ച് വച്ചിരിക്കും. ഇപ്പോൾ ഗോൾഡ് റാലി ആയ കാരണം എല്ലാ ബാഗും ഗോൾഡ് വാങ്ങിയ കാരണം ഗോൾഡും ഡോളറും ഇപ്പോൾ ഈക്വൽ ആയിരിക്കുന്നു. പെട്ടെന്ന് ഡോളർ മുകളിൽ കയറും. അടുത്ത പ്രാവശ്യം നിർത്തുവാണെങ്കിൽ എൻ്റെ ക്ഷമയെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യും, പിന്നെ നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്യരുത് എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഫീവർ കയറിക്കൊണ്ടേയിരിക്കുന്നു. സോ അടുത്തത് ഗോൾഡിന് നമ്മൾ വേറെ റീസൺ ഇല്ലാതെ നമ്മൾ വച്ചിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലൈറ്റ് സർവേ എടുത്ത സമയം ജനങ്ങൾ ഗോൾഡിന് വന്നിട്ട് ഒരു കൺസ്യൂമർ ഗുഡ്സ് ഇല്ല, റിയൽ വെൽത്ത് അത് തന്നെ ഞങ്ങൾക്ക് കാശിന് മൾട്ടിപ്ലൈ ചെയ്ത് തരുന്നു. FDയെ വിട ബെറ്റർ വെൽത്തായിട്ട് ഗോൾഡിനെ നോക്കുന്നു അവർ. കോർ അങ്ങനെയെന്ന് വെച്ചാൽ ലോകത്തിലുള്ള ലാസ്റ്റ് റിസർവ് ആയിട്ട് ഞങ്ങൾ ഗോൾഡിനെ നോക്കുന്നു. അങ്ങനെ ഇന്ത്യ ജനങ്ങൾ ഒരു പേട്ടിയിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ മുമ്പേ അറിഞ്ഞാണ് നമ്മൾ 400 ഗ്രാം ഗോൾഡിന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇന്ത്യയുടെ ഗ്രോത്ത് 7.4% ഇരിക്കുമെന്ന് ഗവൺമെൻറ് പറയുന്നു. റൈറ്റാ. മോർഗൻ സ്റ്റാൻലി പറയുന്നു ഇൻഡെക്സ് ഇന്ന് 20,000 പോയിന്റ് കയറും എന്ന് പറയുന്നു. എപ്പോന്ന് ചോദിച്ചാൽ 2026 എന്തിൻ്റെ അകത്തെന്ന് പറയുന്നു. കമോൺ ബൈ 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 എന്ന് പറയുന്നു മോർഗൻ സ്റ്റാൻലി. ഇത് ഞാൻ പറഞ്ഞതല്ല, മോർഗൻ സ്റ്റാൻലിയാണ് പറയുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ടൈറ്റൻ എന്ത് പറയുന്നു വെച്ചാൽ ടെബേറോടെ അഗ്രിമെൻറ്റ് സെപ്പറേറ്റ് ആയിരിക്കട്ടെ, ലാബ് ഗ്രോൺ ഡയമണ്ട് നന്നായിരിക്കുന്നു. ഞങ്ങൾ ഹോസൂറിൽ ഫാക്ടറിയിൽ ഈ സൈഡ് ബട്ടൺ തട്ടിയാൽ ആ സൈഡിൽ ഡയമണ്ടാ വീഴുന്നു. ഇതിനെ എടുത്ത് ഞങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ലീഡർ ആവാം എന്ന് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഡെയിലി ലൈഫ് ടൈം ഹൈ റീച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ടൈറ്റൻ. ഇന്നും 3.5% കയറിയിരിക്കുന്നു. കല്യാൺ ജുവലേഴ്സിനെയും
റീറേറ്റ് ചെയ്ത് എവിടെയോ കയറ്റി വെച്ചിരിക്കുന്നു. ഇന്ന് ട്രേഡറിന് എല്ലാം നല്ല ഗുഡ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശേഷം ഇന്നൊരു മാറ്റർ എന്തെന്ന് വെച്ചാൽ IDFC ഫസ്റ്റ് ബാങ്ക് വളരെ നല്ല ബാങ്ക് എന്ന് വെള്ളക്കാരർ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറയുവാണെങ്കിൽ അവർക്ക് സംശയം വരും. ഇപ്പോൾ വെള്ളക്കാരർ തന്നെ പറഞ്ഞു. സോ ഇന്നും ഒരു 4-5% കയറും എന്ന് അവർ സംസാരിക്കുന്നു. സോ ട്രേഡറിന് ഒരേ ഖുഷി. അടുത്തത് കല്യാണിൻ്റെ ഫാൾസ് ഫോർ ട്രബിൾനെസ് വന്നിട്ട് 40% കയറിയിരിക്കുന്നു. അത് കാരണമാണ് ഈ റീറേറ്റിംഗ്. ഇപ്പോൾ BYD എന്ത് പറയുന്നതെന്നാൽ പുതു ലോങ് റേഞ്ച് ഹൈബ്രിഡ് 4 വണ്ടി ഇറക്കാൻ പോകുന്ന മാർക്കറ്റിൽ. ആക്ച്വലി വണ്ടി ഒരു 210 കിലോമീറ്റർ വരയ്ക്കും പോവും. അതിൻ്റെ മുകളിൽ നിങ്ങൾ പെട്രോൾ യൂസ് ചെയ്താൽ മതിയെന്ന് BYD 4 വണ്ടി ഇറക്കി വിടാൻ പോകുന്നു. അത് ടെസ്ലയ്ക്ക് ഇന്ന് വലിയ പാടാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഓല വണ്ടി പഞ്ചറായി ഇറങ്ങിക്കൊണ്ടേ പോകുന്നു. ഈ ഇന്ത്യയിൽ 12 മാസത്തിൽ വന്ന സെയിൽസ് നമ്പർ നോക്കുമ്പോൾ TVS നമ്പർ 1, ബജാജ് നമ്പർ 2, ഏത്തർ നമ്പർ 3 ആൻഡ് ഓല സോല നമ്പർ 4. ഇന്നും എങ്ങനെ താഴെ പോവാമെന്നാണ് ഓല ഷോല നോക്കിക്കൊണ്ടിരിക്കുന്നത്. മീഷോ ഷെയർ ഏതോ CM ഇതിട്ടിരിക്കുന്നു മേഘ അഗർവാളിന്. അത് കാരണം സ്റ്റോക്കിൻ്റെ വില ഇന്നും താഴെ ഇറങ്ങുന്നു. ചോദിച്ചാൽ സീനിയർ മാനേജ്മെൻറ്റിൽ ചേഞ്ചിങ് നടക്കുന്നു എന്ന് പറയുന്നു. ഒരുപാട് ദിവസത്തിന് മുമ്പേ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ 10 മിനിറ്റ്സ് ബിസിനസ് ഒന്നും ഓടത്തില്ല. ഈ 10 മിനിറ്റ്സ് ബിസിനസ് സ്ട്രെയിനിലിരിക്കുന്നു. ഈ അടിമകളെ പോലെയാണ് ഈ ഡെലിവറി ആൾക്കാരനെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ വന്നിട്ട് ഒരു അതിതൃപ്തിയിലാണ് ഇരിക്കുന്നു. അവരെ സ്വന്തം സ്ഥലങ്ങളിലൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. ഇത് കാരണം വലിയ ഒരു സ്ട്രെയിനായി യൂണിയൻ ഫോം ചെയ്ത് പ്രശ്നം ചെയ്ത് ആരും ജോലിക്ക് വന്നില്ല. ആവശ്യമില്ലാതെ വീപേന്ദ്ര ഗോവജി വന്ന് മാസ്കിന് 5000 വരുന്ന ജോലി എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചതും ജനങ്ങളുടെ സെൻറ്റിമെൻറ്റിനെ ഹെർട്ടായി. അതും അവർ തുടർന്നൊക്കെ ലാസാണ്. അതായത് നിങ്ങൾ മാത്രം ബെൻസ് കാർ ഓട്ടിയാൽ എങ്ങനെയാണ്, ഞങ്ങൾക്കും അതിലൊരു ഷെയർനത്താ എന്ന് ജനങ്ങൾ കേൾക്കുന്നു. അത് ന്യായമായ ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ് ഈ ബിസിനസ് ഒന്നും ജോലിക്കാവത്തില്ല എന്ന്. നമ്മളിതിനെ കയറ്റി വിടാമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് സ്വിഗ്ഗിക്കും അടിപ്പെടും, എക്സ്റ്റേണലിനും അടിപ്പെടും. ഇത് കാരണം തന്നെ ഒരു വൈസ് മാൻ പറഞ്ഞു എക്സ്റ്റേണൽ ബിസിനസ്സിൽ ഒരു ലാഭവും നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ലാസ്റ്റായിട്ട് ഇന്നുള്ള മെയിൻ ന്യൂസ് വാർണർ ബ്രദേഴ്സ് വന്നിട്ട് പാരാമൗണ്ടിന് 108 ബില്യൺ വാങ്ങാൻ വന്നതിന് ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സാണ്. ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിനൊപ്പം പോകാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു അവർ. അടുത്തത് അമേരിക്കൻ ഗവൺമെൻറ് ഈ ഡീലിന് വിടുമോ എന്നൊരു ചോദ്യം തന്നെ ഇവിടെ ഇരിക്കുന്നു. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ വെനസ്വേലയിൽ നിന്ന് വരുന്ന എണ്ണയുടെ വിലയിന് ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് പറയുന്നു. അത് അമേരിക്കയുടെ അടിമയാണ്, ഞങ്ങൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഞങ്ങൾ തന്നെ തീരുമാനിക്കും. പക്ഷേ വെനസ്വേലയിലുള്ള ജനങ്ങളൊക്കെ മൊഡോറോ പോയതിന് വളരെ സന്തോഷിക്കുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു ന്യൂസ് എന്ത് പറയുന്നു എന്നാൽ പുതിയ ഇൻ്റർജിം പ്രസിഡൻറ്റ് ബ്ലെസ്സിങ് വാങ്ങാൻ വേണ്ടിയിട്ട് പുട്ടപർത്തി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് വേറെ ഒരു സായിബാബ കണക്ഷൻ ഇരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഈ മൊഡോറോ എന്ന് പറഞ്ഞ് മുമ്പേ പോയ ആളും സായിബാബ ഫാൻ. 2005 ഈ സായിബാബയുടെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങുന്ന പോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിലും പുട്ടപർത്തിക്കും വെനസ്വേല പവർ സ്ട്രഗിളിനും ഒരു കണക്ഷൻ ഇരിക്കുന്നു എന്നും നമുക്ക് അറിയാൻ വരുന്നു. നമ്മൾ സത്യത്തിൽ ഗ്ലോബലി സൂപ്പർ പവർ ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം.